ടീമേ എല്ലാവർക്കും നമസ്കാരം. മലയാറ്റൂർ പോണേണ്ട വ്യാഴാഴ്ച ദിവസമാണ് രാവിലെ പോണ 7 മണിയായിട്ടാ. അപ്പോൾ എല്ലാ വർഷത്തെ പോലെ തന്നെ നമ്മുടെ അമ്മാമ്മയുണ്ട് കേട്ടോ. നമ്മുടെ മലയാറ്റൂർ പോകുമ്പോൾ ഒരു അമ്മ വരില്ലേ, നമ്മുടെ മലയാറ്റൂർ അമ്മാമ്മ, മലയാറ്റൂർ വെച്ച് പരിചയപ്പെട്ടതാണ്. ഈ പ്രാവശ്യം ചേച്ചിയും അളിയനൊന്നും ഇല്ല, അവർ ഇന്നലെ നൈറ്റ് പോയി. അപ്പോൾ ഞങ്ങളിന്ന് ഈ പ്രാവശ്യത്തെ പ്രത്യേകത താരയുണ്ട്, അഞ്ചുണ്ട്, പിന്നെ മലയാറ്റൂർ അമ്മയുണ്ട്, അജയും ഉണ്ട്. അജയ ക്യാമറയാണ്. അപ്പോൾ ജിബിൻ വണ്ടി ഓടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മലയാറ്റൂരേക്ക് എല്ലാ വർഷത്തെ പോലെ ഒരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ നമ്മുടെ അങ്കമാലിയിലാണ് നമ്മുടെ അമ്മാമ്മ വരുന്നത്. അങ്കമാലിയിൽ നിന്ന് അമ്മാമ്മനെ കൂട്ടി മലയാറ്റൂർ പോകും. അതാണ് ഇന്നത്തെ വീഡിയോ. പോയാലോ നമുക്ക്? ഓക്കെ. അങ്കമാലി എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മാമ്മ ആ ഓട്ടോറിക്ഷയിലുണ്ട് കേട്ടോ. അമ്മാമ്മനെയും കൂട്ടി മലയാറ്റൂർ പോകണം. ഹലോ, എന്താ വാ, ഇത് വെക്കട്ടെ ആദ്യം. മോളവിടെ ഉണ്ട്, വെച്ചോട്ടെ വെച്ചോട്ടെ. ഹലോ, മോളവിടെ ഉണ്ട്. ഹലോ, ഹായ്. സുഖം തന്നെ മോളൂട്ടിയെ. ആരാണെന്നറിയാമോ? ചേട്ടന്റെ കൊച്ചി. രണ്ട് പെൺകുട്ടികളുള്ളല്ലേ? രണ്ടു പെൺകുട്ടികൾ. ചേട്ടന്റെ ഇത് മൂത്താള്, ഇത് ഇളയത്, അത് മൂത്തത്. ഇത് അഞ്ചു, അജയ്. പോയാലോ നമുക്ക്? എന്നാ മലയാറ്റൂര് പോവാ. വണ്ടി ഇറക്കാം ബാ. ഹലോ, ഈ മുണ്ട് എടുത്തല്ലോ. ഈ മുണ്ട് എടുത്ത് ഫോട്ടോ എടുത്തോ. നിക്കട്ടാ. അമ്മാമ്മ ഇന്നോ എന്ത് വർക്കാ? ഓക്കെ ഓക്കെ, എടുത്തോ എടുത്തോ എടുത്തോ. അമ്മാമ്മ ഇവിടെ ഇന്നോ. താങ്ക് യു താങ്ക് യു താങ്ക് യു. കാണാം. സെൽഫി എടുത്തോ. ഹലോ, മലയാറ്റൂർ പോണം. എന്താ കൊണ്ടു അങ്ങനെ വാ. എന്താ എന്റെ അമ്മ ഇത് മതം ചക്ക അങ്ങനെ ഉണ്ടോ? വണ്ടിയിൽ വെച്ചോണ്ട് മടിയിൽ വെച്ചിട്ടൊക്കെ മക്കൾക്ക് ഇവിടേക്ക് ചക്ക അതിടിയൻ ചക്ക മക്കൾക്ക് കൊണ്ടുമ്പോ ഒന്നും ഉണ്ടാവില്ല. വീതം വെക്കുമ്പോ കൊറേ ചക്ക ഉണ്ടല്ലോ. വണ്ടിയിൽ വെക്കാം. അപ്പൊ ഇത് വണ്ടി വന്നിട്ടുള്ളോ? ഒരു വണ്ടിയേ ഉള്ളു. വേറെ എന്തെങ്കിലും കൊണ്ടുവരണ്ട? പിന്നത്തത് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് വെക്കാം. അത് എല്ലായിടത്തും ഇവിടെ വെക്ക്. വേറെന്താ ഉള്ള? വേറെ എന്റെ മോനെ മാങ്ങ, മാങ്ങ, പിടിക്കേ വേപ്പില കൊണ്ടുപോകാം. എവിടെ? ഇഞ്ഞിണ്ട് പിടിക്കേ എന്റെ മോൻ. ഇതൊക്കെ ഇത്രമാത്രം സാധനം കൊണ്ടുവന്നാ? ദാനം കിട്ടുന്ന കൊണ്ടുവന്നോണ്ട് എന്തിട്ടാ ബുദ്ധിമുട്ട് എന്റെ മോനെ? ഇതെന്താണിത്? അത് കൊടപ്പുളിയാ? ഇടിപ്പുളി ഒരുപാടുണ്ടല്ലോ ഇത്. വണ്ടിക്കല്ലേ ഇത്? അതെ, ഒരുപാട് പേർക്ക് കൊടുക്കാനുണ്ടല്ലോ ഇത്. ചക്കയൊക്കെ ഇത് എവിടെ നിന്ന് മേടിച്ചു? ചക്കയാ? അത് അടുത്ത വീട്ടിൽ നിന്ന്. ഇത് ഈ മാങ്ങയില്ലേ, ഈ മാങ്ങ അമ്പിയച്ചൊരു വീടത്തെ ഒരു അത് അമ്പിയച്ചൊരു വീടത്തെ ധനീഷിന്റെ വീട്ടിലത്തെ. ഇത് ചക്ക മേടിക്കാൻ പോണോന്റെ അപ്പുറത്തെ വീട്ടിലത്തെ. അവിടെ നിന്ന് കിട്ടിയതാ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാം കൊണ്ടുവന്നുണ്ട്. എല്ലാം കേറ്റാന്ന വണ്ടിയില്. ചായ കുടിക്കാ? വേണ്ട. ആദ്യം ചായ കുടിക്കാം. ചായ കുടിച്ചോ? ഇനി വേണ്ട, കഴിച്ചിട്ട് കയറാം. അത് മക്കൾ കഴിച്ചു. ഇനി മുത്തപ്പൻ്റെ അവിടെ വീട്ടിൽ കഞ്ഞി കുടിക്കും. അപ്പൊ ഞങ്ങൾ വണ്ടി കയറ്റട്ടാ കേട്ടാ.
വണ്ടിയിൽ ഇത് മാത്രം വണ്ടിയിൽ നിറച്ച ആളാ. ഇത് ഇത്ര സാധനം നിറച്ച ആളാണ്, കയറുമെന്ന് പറയാനും പറ്റില്ല. ഇതൊക്കെ അമ്മാമ്മക്ക് പറ്റുന്ന അമ്മമ്മ മടിയിൽ വെക്കുക. ചാക്ക് വേണോ? ചാക്കണ്ട. ആ ഉണ്ട്. അതാ സന്ദീപ് കൊണ്ടുവരുന്നു. വണ്ടി നിറഞ്ഞിപ്പ. വണ്ടിയെ നിറഞ്ഞ്. വണ്ടി എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? കിട്ടുമ്പോ കുറച്ചല്ലേ കിട്ടുള്ളൂ. മാങ്ങ അച്ചാറിടാൻ പറ്റുള്ളൂട്ട്, പഴിപ്പിക്കാൻ പറ്റില്ല. പഴിപ്പിക്കാൻ പറ്റില്ല, അച്ചാറിടാ. ആ ഈസ്റ്ററിനും മീനിലും കിട്ടോ. ഈസ്റ്ററിനും മീനിലും കിട്ടോ മാങ്ങ. ഇടിച്ചക്ക ഉണ്ടാട്ടോ. ഇടിച്ചക്ക ഉണ്ടല്ലേ? ഇടിച്ചക്കുണ്ട്. പോയാലോ നമുക്ക്? ആ അപ്പൊ ഞങ്ങൾ മലയാറ്റൂര് മല കയറാൻ പോണേ ഉണ്ടാ. ഒന്നും കഴിച്ചില്ല, ചായ കുടിച്ചു. ഇനി മുത്തപ്പന്റെ അവിടെ പോയിട്ട് കഞ്ഞി കുടിക്കുന്നു. നല്ല വിട്ടിട്ടുണ്ട് മോളൂട്ടിയെ. ഇനി നമുക്കെല്ലാവർക്കും മുത്തപ്പനെ കണ്ടിട്ട് മല കയറിട്ട് ഇറങ്ങണം. അമ്മച്ചിക്ക് അപ്പച്ചനൊക്കെ സുഖം തന്നെ. കല്യാണത്തിന് വന്നിട്ട് എങ്ങനെ ഉണ്ടായി തിരക്കൊക്കെ? അയ്യോ അമ്മേ, അടിപൊളി. എത്ര മണിക്ക് എത്തി തിരിച്ച്? ആരാ നോക്കണേടാ മോനെ സമയം? ആരാ കൊണ്ടുവന്നത് മാമന? നമ്മുടെ പേര് സുരേഷിന്റെ. ഞങ്ങളുടെ വീടിന്റെ ബാക്കിൽ ഒരു മോന്റെ വണ്ടിന്റെ. ഞാൻ അറിയുന്ന അവന്റെ വണ്ടീന്റെ വന്നത്. പള്ളിയിൽ വന്നിട്ടുണ്ടായല്ലേ? ആ പള്ളിയിൽ വന്നു. മക്കള് സൈൻ ചെയ്യുന്ന കണ്ടത്. എന്നിട്ട് വരുവാടത്തേക്ക് വന്നത്. TV ചാനലിൽ കാണിക്കുന്നതല്ല മാമന? ഒരുപാട് ചാനലിൽ കാണിച്ച്. ആരാ അമ്മാമ്മരെ കാണണ? അമ്മാമ്മക്ക് വല്ലോടത്തും പോയി കാണണം, തോന്നണ പൊള്ളിയാത്ത. അത് കണ്ടില്ലേലും കുഴപ്പമില്ല മോളെ. എന്തുട്ട് ഒതുക്കടി ഏറ്റവും വലിയത് പള്ളിയെ പോക്കുന്നു. പിന്നെ അല്ലാണ്ട് നിന്നിട്ട് അനിയത്തി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവള് പറഞ്ഞിങ്ങ ഇത്തിരി പോക്കും മേടിക്കും, ഇത്തിരി വീപ്പും മേടിക്കും. വേണം മോനെ? എനിക്ക് വേണ്ട. അങ്കമാലി ഇന്ന് കിട്ടും നമുക്ക്. ഞങ്ങൾ രണ്ടും കൂടി ഒരു ദിവസം വീട്ടിൽ വിരുന്നിന് വരുന്നുണ്ട്. രണ്ടുപേരും കൂടി എല്ലാവരും ഇല്ലേ? എല്ലാരും ഉണ്ടാവില്ല, രണ്ടുപേരും ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ ഇത് കാര്യം ചെയ്യട്ടെ. അപ്പൊ പോർക്ക് നോക്കാം നമുക്ക്. താരായിരിക്കൂല പോർക്ക്. നമുക്ക് ചിക്കൻ വെക്കാം അന്നത്തെ പോലെ. ചിക്കനും പിന്നെന്താ? മീൻ കൊണ്ടുവരാം. മീനാ വീട്ടിൽ നിന്നാ? പിന്നെ സവാള. സവാള എന്തിന്? സവാള ഇല്ലേ വീട്ടില്? മേടിക്കണം. സവാളൊക്കെ ഉണ്ട്, എന്നാലും മേടിക്കാം. നമുക്ക് വെക്കാം. അന്ന് ചിക്കൻ കറി വെച്ചിട്ട് എങ്ങനെ ഉണ്ടായി? നന്നായി ഉണ്ട്. ചിക്കൻ മസാലന്റെ അന്ന് മേടിച്ച മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അമ്മാമ്മ തൊട്ടിട്ടേ ഇല്ലേ, അത് ഡബയിലാക്കിട്ട് വെച്ചിട്ടുണ്ട്. ഇനി തൈര് മേടിക്കുന്നുണ്ട്. എത്രാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ മലയാറ്റൂര് പോണത്? 4ാമത്തെ കൊല്ലല്ലേ? ഇല്ലേ, അമ്മാമ്മ എത്ര പ്രാവശ്യമായി പോണം? അമ്മാമ്മ 20 കൊല്ലം മലയാറ്റൂര് നടന്നു പോയി. ഞാനായിട്ട് 4ാമത്തെ കൊല്ലല്ലേ? ഞാനായിട്ട് 4ാമത്തെ കൊല്ലം. അടിപൊളി അടിപൊളി. എന്ത് കഴിച്ചു രാവിലെ? ഒന്നും കഴിച്ചില്ലടോ മോനെ. സന്ദീപിന്റെ അവിടെ ആമ്പിലും ഇന്ന് ചായ കുടിച്ചു പറഞ്ഞു. ഇനി എന്തുട്ടാ കഴിക്കണം? ഇനി മുത്തപ്പനെ അവിടെ കഞ്ഞി കുടിക്കുക. എത്ര മണിക്ക് എണീറ്റപ്പാ? അത് 6 മണിയാകുമ്പോ വെച്ചു. വല്ലോടത്തും മുടങ്ങി ഉറക്കം വരില്ല. അത് സാരില്ല. പള്ളിയെ പോയപ്പോഴല്ല ഇത് നോക്കാറോ മോനോട്ടാ ഈ ഡ്രസ് കണ്ടിട്ട്. അപ്പൊ മലയാറ്റൂർ കാണുന്നു വെച്ചു. ഞാൻ പറഞ്ഞു മലയാറ്റൂർ കഞ്ഞിയെന്ന് പറഞ്ഞു. വഴിപാടിട്ട് ഇങ്ങോട്ട് പോന്നു. നടന്ന് പോണത് കാണുമ്പോ കൊതിയ വടം മുന്നോട്ട്. ഇനി നടക്കാൻ പറ്റില്ലല്ലോ. നേർച്ച കൊണ്ടുവന്നില്ല, അതും മറന്നു. അതിന് ഞാൻ നേർച്ച ഒരു പൈസ എടുത്തിട്ടുണ്ട്. മക്കള് കിട്ടോട്ടോ. അതുണ്ട് പൈസ, അതുണ്ട്. മേടിച്ചിട്ടുണ്ടോ അമ്മ? അരി ഇത്തിരിയോളം ഉണ്ട് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയത്. ആ പൈസ കൂടിനി ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും എല്ലാ മക്കൾക്കും മുത്തപ്പനായിട്ട് മല കയറി ഇറങ്ങണം. ചൂടാണ് ഈ പ്രാവശ്യം. സാരില്ലട മോനെ, എന്താ തരുന്ന? അവര് തന്നൊക്കെ നമ്മൾ മേടിക്കന്നെ. ചൂടുണ്ട്, വേണ്ടതുണ്ട്. എന്താ ചെയ്യുന്ന ഒക്കെ പങ്കുള്ളതാണ് നമുക്ക്. എന്നോട് ഇന്നലെ മിഞ്ഞന്നൊക്കെ ചോദിച്ചു തുടങ്ങി മക്കള്, മോന്റെ കൂടെ പോണില്ലേന്ന്. ഞാൻ പറഞ്ഞു ആയുസാരോഗ്യം കിട്ടിയാലല്ലേ പോവാൻ പറ്റുള്ളൂ. മോന്റെ കൂടെ പോകണ്ട. ബുധനാഴ്ച പോയത്. അത് മോന് ഷൂട്ടിങ്ങുകളാണല്ലേ. ചായക്കട നിർത്തിയേ
എനിക്ക് വേണ്ട കേട്ടോ, മക്കള് കയറി കഴിച്ചോട്ടാ. അമ്മമ്മ മുത്തപ്പൻ്റെ അവിടെ പോയിട്ട് കഞ്ഞി കുടിക്കുള്ളൂ, ഒരു ചായ കുടിച്ചിട്ട് അത് മതിയില്ല. ഇങ്ങനെ നടന്നു പോയാലും മക്കളെ കൂട്ടി കിട്ടിയിട്ട് ഭാഗ്യമില്ല എൻ്റെ. എത്ര വർഷം നടന്നു പോയി? 20 വർഷം മലയാറ്റൂർക്ക്, 17 കൊല്ലം പാലൂർക്ക്, വേലിപ്പടം 3 കൊല്ലം. 20 വർഷം അമ്മാവ നടന്നു പോയി. ആ പുതിയ വടം മോനെ മക്കള് നടക്കണ കാണുമ്പോ നീ പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാലും എന്റെ മോനെ എനിക്ക് കൂട്ടി തന്നില്ലേ മുത്തപ്പൻ? ആ കുടിവെള്ളത്തില് കിട്ടിയില്ലേ? കുടിവെള്ളം ഞാനും കുടിവെള്ളം മേടിച്ച് കുടിച്ചിട്ടാണ് ഞങ്ങൾ ഇത്. ഓ അന്നെന്തോ മുത്തപ്പനെ വഴുക്ക് പറഞ്ഞത് കേറാൻ പറ്റാണ്ട് ഇഷ്ടം പോലെ മുത്തപ്പനെ വഴുക്ക് പറഞ്ഞു. വടി കുത്തി പിടിച്ച് നിക്കണ്, കണ്ണൂറ്റി നിക്കണ്, നിന്നെ കാണാനാ ഞാൻ വന്നത്, എനിക്ക് കയറാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വഴുക്ക് പറഞ്ഞു മുത്തപ്പനെ. ആ അതിന്റെ മുത്തപ്പനെ വഴുക്ക് പറഞ്ഞാണ് മോനെ എനിക്ക് മുത്തപ്പൻ എണ്ണം ചെയ്ത്. അമ്മയപ്പച്ചനൊക്കെ സുഖമായിരിക്കണം. ജോലിക്ക് പോണ്ട? മോന്റെ അമ്മച്ചിയാ? അമ്മച്ചി വീട്ടിലുണ്ട്. വൈകുന്നേരം പള്ളി പോകും. ആ സുഖമായിരിക്കുന്നു? സുഖമാണ്. ചേട്ടനും ഭാര്യക്കും എനിക്കൊക്കെ എല്ലാവർക്കും സുഖം. അപ്പൊ മല കയറി തുടങ്ങിയട്ടാ അല്ലേ അമ്മാമ്മേ? ആ എത്ര സമയം കൊണ്ട് കയറിത്തിരുന്നമ്മ? അറിയില്ലടാ മുന്നോട്ടാ. മുത്തപ്പൻ കയറ്റണ അതനുസരിച്ച് നമുക്ക് കയറിട്ട് ഇറങ്ങാം. അമ്മാമ്മയുടെ അത്ര സ്പീഡിൽ എനിക്ക് കയറാൻ പറ്റൂല. എന്താടാ മോനെ പറയണ അങ്ങനെ? അമ്മാമ്മ പ്രാവശ്യം കയറിയ സ്പീഡ് കണ്ടില്ല. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ മേളിലെത്തി. അത് കാരണം ഇക്കൊല്ലൊക്കെ മറന്നു വെച്ചത് ഹോട്ടലില് എല്ലാം മറന്നുപോയി. നേർച്ചയൊക്കെ മറന്നു. നേർച്ചയൊക്കെ മറന്നുപോയി. ഒക്കെ മറന്നു പോയി ആണുണ്ടായത്. സാരില്ല, കനകമല പെരുന്നാളെന്നു അറിയട്ടെ. അപ്പൊ മുത്തപ്പനിടാം. മനപ്പൂർവ്വമല്ലല്ലോ മുത്തപ്പൻ ടെനിക്കും. കഞ്ഞി കുടിച്ചിട്ട് കയറാം. ആ കഞ്ഞി കുടിച്ചിട്ട് കയറാം നമുക്ക്. കഞ്ഞി എല്ലാം മോനെ താരക്ക് വേണ്ട അല്ലേ? കുറച്ച് മുമ്പ് അങ്ങോട്ട് ചായ കുടിച്ചുള്ളതാ. ഞങ്ങൾ പതിവുള്ളതാ കഞ്ഞി കുടിക്കല്. ക്യൂ നിൽക്കാം. വാ വാ വാ. കുറച്ചിട്ടാ മതി. ഓക്കെ കുറച്ച് മതി. കുറച്ച് 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 മതി കേട്ടോ. മതി കുറച്ച് കുറച്ച്. മോര് വേണ്ട. ഉപ്പിട്ടേ കുറച്ച്. അതിൽ വേണ്ട. കുറച്ച് ഒഴിച്ചാൽ മതി. ഇതിലിപ്പുണ്ടാവില്ലേ മോര്? ഹലോ ഹലോ. അല്ല മോരിലിപ്പുണ്ടാവില്ലേ? അപ്പൊ കയറാമണേ ഉള്ളൂ. നിങ്ങൾ കയറിയാ? എല്ലാരും കയറി. എവിടെ നിന്നാ നിങ്ങൾ? താണി എത്ര മണിക്ക് കയറിയപ്പാ? നടന്നു വന്നയാ? ശരി. അമ്മമാരെ വടി വെച്ചിട്ട് മറക്കാൻ പാടില്ല കേട്ടാ വടി. അമ്മച്ചി ഒന്നില്ല. അമ്മച്ചിക്ക് കയറാൻ പറ്റൂല. ഐഫോൺ അവിടെ ഉണ്ട്. കയറി തുടങ്ങാം. മുത്തപ്പ ഞങ്ങളെല്ലാവരും കയറ്റണം കേട്ടോ. ക്ഷീണം കൂടാതെ കയറ്റണേ. അതന്നെ അങ്ങനെ തന്നെ. വിളിച്ചോ മുത്തപ്പനെ വിളിച്ചോ. പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം. 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 പൊന്നും കുരിശ് മുത്തപ്പോ. കൈ പിടിച്ചിടുന്നു അമ്മമ്മരെ. പൊന്മല കയറ്റം പൊന്നും കുരിശ് മുത്തപ്പ. പൊന്മല കയറ്റം. നിക്ക അമ്മമ്മ കയറട്ടെ. ഇങ്ങനെ കയറാം. അമ്മമ്മ കയറിക്കൊണ്ട് നിങ്ങന്റെ മുന്നിങ്ങ അമ്മമ്മ കയറിക്കൊണ്ട് അങ്ങനെ അങ്ങനെ തന്നെ. മുത്തപ്പ എല്ലാവരും മറന്നു വെച്ചോട്ടെ വണ്ടിയിലേ. മുത്തപ്പന് തരാറുള്ളതൊക്കെ അടുത്ത പള്ളിയിൽ ഇട്ടാ മതി. കണങ്ങല്ലോട്ടെ മുത്തപ്പ. കനകമ്മല മുത്തപ്പന്റെ പെരുന്നാൾക്ക് ഇടാണ്ട. അമ്മാമ്മ ഇപ്രാവശ്യം നേർച്ച കൊണ്ടുവന്നത് ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നുപോയി. കുറെ പൈസ ഉണ്ടായി, അരിമണി ഉണ്ടായി. അതിന് എന്താ അടുത്തുള്ള പള്ളിയിൽ? അത് കനകമ്മല പെരുന്നാൾക്ക് കയറുമ്പോ പെരുന്നാൾക്ക് ഇടും.
അങ്ങനെ മറക്കാത്തതാണ് അമ്മാമ്മ. ഇക്കൊല്ലം മുത്തപ്പൻ മറവി തന്നു. എന്താ ചെയ്യണ? മുത്തപ്പന് എന്തെങ്കിലും എൻ്റെ നേരെ ഉണ്ടാവും. ആണ് മറന്നത്. പ്രാർത്ഥിച്ചാൽ മതി മേലിൽ ചെന്നിട്ട്. മേലിൽ ചെന്ന് നന്നായിട്ട് ആ പ്രാർത്ഥിക്കും. അമ്മേ ഇപ്പൊ എന്നെ സങ്കടം വരുന്നുണ്ട് കറിയാൻ. തള്ള അധികം നടക്കല്ല ഇന്ന്. അടയാളം കിട്ടുന്നുണ്ട് മുത്തപ്പന്റെ. ആ മുത്തപ്പൻ എന്താ കേറ്റാത്ത എന്താ? ആ അതല്ലേ പറഞ്ഞ തളന്നിങ്ങനെ തണ്ട് കട്ടിട്ട് എന്തിനാ കാണാന്നാ ചോദിക്കണ മുത്തപ്പൻ. ഇത്തവണല്ലോ കേറിയില്ലേ? ഞങ്ങള് ഒന്നാം സ്ഥലം പോലും എത്തിയില്ല. റെസ്റ്റാ. ഒന്നാം സ്ഥലത്തില്ലേ? ഇല്ല. നമുക്ക് എത്താന്ന്. വാ അവിടെ ഇരിക്കും മക്കള്. പിന്നില് കുറെ മക്കള് അതേ വരുന്നു. പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മലകേറ്റം. പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മലകേറ്റം. പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മലകേറ്റം. പൊന്നും കുരിശ് മുത്തപ്പോ. എന്താ അമ്മാമ്മ ഇപ്രാവശ്യം സ്ലോ ആണല്ലോ? ആ അത് മുത്തപ്പൻ പറയുന്നേ പ്രായത്തിന്റെ ആള് വന്ന് തള്ള നീ മിണ്ടാണ്ട് ഇരിക്കാൻ കുടുംബത്ത്. ഈ കണ്ടോളം കാലം എൻ്റെ എത്തിക്കൊന്നില്ലേ? ചെറുപ്പമാണ് ഇപ്പോഴും. ഇപ്പോഴും ചെറുപ്പം തോന്നുന്ന കാര്യ കേണ്ട മുത്തപ്പൻ്റെ അതിഥിക്ക്. അതിന് കുഴപ്പമില്ല. എൻ്റെ മക്കൾ ഇങ്ങനെയുണ്ട് എന്നെ കാത്തിട്ട്. അവരെ ഞാൻ അങ്ങനെ എത്തി ബുദ്ധിമുട്ടിക്കാൻ വേണ്ട. കേട്ടോ മക്കളാ? മക്കളുടെ ചാനലിലെ പൊങ്കൊള്ളാൻ കേട്ടോ മക്കളാ? മുത്തപ്പനെ വിളിച്ച് കയറിക്കോ. ആ ശരണമയ്യ. അയ്യോ ശരണമയ്യപ്പനെ വിളിച്ചത് ഞാൻ. അതൊന്നും കുഴപ്പമില്ല. ശരണം ഒക്കെ കണക്കന്നെ. ശ്രദ്ധിക്കട്ടെ ഞാൻ. പൊന്മല കയറ്റം മുത്തപ്പോ പൊന്മല കയറ്റം മുത്തപ്പോ പൊന്മല കയറ്റം പൊന്മല കയറ്റം പൊന്മല കയറ്റം. ഒന്നാം സ്ഥലം എത്തി. ഞങ്ങളുടെ മകനും മുന്നേലും ഓട്ടക്കട്ടിയിൽ മാങ്ങ വെച്ച മുത്തപ്പനോട് പ്രാർത്ഥിച്ചാ? ആ പൊന്മല കയറ്റം പൊന്മല കയറ്റം. എവിടുന്ന് തന്നെ? ഞാൻ നേരമ്പലം. നേരമ്പലം എല്ലാ വർഷവും വരാറുണ്ട്. ഞങ്ങൾ ഗ്രൂപ്പായിട്ടാണ്. ഓക്കെ പോയിക്കോട്ടെ. ആ മാമ കറണ്ട് ബില്ലടക്കാൻ പോയിപ്പാ? കറണ്ട് ബില്ലടക്കാൻ മോൻ്റെ ഒരു കൂട്ടുകാരനെ. ആറ് കൂട്ടുകാരൻ? മോൻ്റെ കൂട്ടുകാരനെന്നാ പറഞ്ഞ. അവൻ പാചകക്കാരനെന്നാ പറഞ്ഞത്. അപ്പൊ ആ ചായക്കടയിൽ കയറിയിട്ട് എന്റെ ഫോട്ടോ എടുത്തിട്ട് അമ്മാമ്മയുടെ വീട്ടിലേക്ക് മീനും കൊണ്ട് വെക്കാൻ വരാന്ന് പറഞ്ഞു. മീനും കൊണ്ട് വരട്ടെ? വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ ഈ പ്രാവശ്യം ഞാൻ ചായക്കടയിൽ നോക്കി കറണ്ട് ബില്ല് അടയ്ക്കാൻ മുമ്പ് വന്നിട്ടില്ല. പേര് ചോദിച്ചില്ല. പേര് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അമ്മോനോട് ചോദിക്കാറുണ്ട്. പേര് ചോദിച്ചില്ല. അത് കാരണം അറിയില്ല അമ്മക്ക്. എന്റെ കൂട്ടുകാരനാന്ന്? ആ അമ്മോന്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞത്. രണ്ടുപേര് നല്ല വണ്ണത്തില്. ആ ഹലോ. എല്ലാ വർഷം വരുമോ? ഉണ്ട്. ശരി, ഓക്കെ. അപ്പൊ കണ്ടത് സന്തോഷം നടക്കട്ടെ. താങ്ക് യു താങ്ക് യു. നാട്ടിലെവിടെയാ? നാട്ടില് ഞങ്ങളെ പുള്ളി അങ്കമാലി. അങ്കമാലി. ഞങ്ങള് കാസർഗോഡ് ജില്ല. ഇനി എന്നാ പോണ നാട്ടില്? തിരിച്ച് UK. അങ്ങോട്ട് ഇത് തൃശ്ശൂരല്ല? ഇല്ല മറ്റേ UK. UK ഞങ്ങൾ 17 പോകും. 17 പോകും. പുള്ളി 15. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. ശരി കണ്ടതിൽ സന്തോഷം. നന്നായിരിക്കുന്നു. താങ്ക് യു താങ്ക് യു. വീട് കൊച്ചിയില. ആ ഇപ്പൊ ഏത് സ്ഥലം എന്നറിയാമോ? 14ാമത്തെ സ്ഥലമാണ്. പിടിക്കട്ടെ. തളന്ന എല്ലാരും തളർന്നു. പക്ഷെ അമ്മാമ്മ മാത്രം തളർന്നിട്ടില്ല. വാ അമ്മാമ്മ. കൈയും വീശിച്ചാണ്ട് മൂന്ന് മുത്തപ്പൻ്റെ അടുത്തേക്ക് വരണം. മറവി എല്ലാവർക്കും ഉണ്ടാവും. ഒന്നും കുഴപ്പമില്ല. മറവിയേ ഉണ്ടാവും. ആദ്യമായിട്ടല്ലേ അമ്മാമ്മ മറക്കണത്. ഓട്ടോറിക്ഷയിൽ വെച്ചിട്ട് പൈസയും മറന്ന്. അല്ല നേർച്ചയൊക്കെ കൊണ്ടുവന്ന പൈസയാണ്. എവിടെ നിന്നൊക്കെ പിരിവെടുത്തതാ? ആ വീടുകളിൽ നിന്ന് കടകളിൽ നിന്നും. ജീവിതത്തിൽ ആദ്യമായിട്ടല്ല മറക്കണത്. മുത്തപ്പൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ 14ാം സ്ഥലമായി അല്ലേ? മുത്തപ്പോ പൊന്മലകേറ്റം മുത്തപ്പോ പൊന്മലകേറ്റം മുത്തപ്പോ പൊന്മലകേറ്റം മുത്തപ്പോ പൊന്മലകേറ്റം മുത്തപ്പോ പൊന്മലകേറ്റം മുത്തപ്പോ
പൊന്മലകേറ്റം മുത്തപ്പ പൊന്മലകേറ്റം മുത്തപ്പ പൊന്മലകേറ്റം അമ്മക്ക് കാണാൻ പറ്റും ഉച്ച കയറിക്കോ മുത്തപ്പ പൊന്മലകേറ്റം അപ്പൊ അങ്ങനെ 14 സ്ഥലം എത്തി. അപ്പൊ മുത്തപ്പനെ കാണാൻ വേണ്ടി പോണേന്ന്. എന്താ പറയാ അമ്മാമ്മക്ക്? അമ്മാമ്മക്ക് എന്നിട്ട് അമ്മാമ്മയുടെ മുത്തപ്പനെ നേരത്തെ ഒക്കെ ഓട്ടയില് മറന്നു വെച്ച് കേറി. അന്നപ്പോ തുടങ്ങി ഇത് തന്നെ പറയണേട്ടാ. ആ അല്ലാണ്ട് എന്നിട്ട് പറയാതെ മുത്തപ്പനാണ് കൈ വെച്ചിട്ടല്ലേ പറഞ്ഞേ. അതൊക്കെ മുത്തപ്പനോട് പറയാം. ആ അപ്പൊ താരക്ക് എന്താ പറയാ? എല്ലാ മക്കളും മുത്തപ്പനെ കണ്ട് ഇറങ്ങണം. തളർച്ചയുണ്ട്, 5 മിനിറ്റ് തളർച്ചയുണ്ട. മോൻ കാണുമ്പോ തന്നെ അറിയാം. അപ്പൊ അങ്ങനെ മുത്തപ്പനെ കൂടി കണ്ടിട്ട് ഈ വീഡിയോ അതിൻ്റെ ചെയ്യും. പോയല്ല മുത്തപ്പനെ കാണാൻ. ഇപ്രാവശ്യം നേർച്ചയിടാൻ പറ്റൂല. അത് കുഴപ്പമില്ല, നമുക്ക് പള്ളിയിലിടാം. എടവപ്പള്ളി ഏതാ? എടവപ്പള്ളിയിൽ ഇടില്ല. പിന്നെ എവിടെ ഇടാം? കനകപ്പള്ളി പെരുന്നാൾ എന്നാന്ന് അറിയണം. മുത്തപ്പന്റെ വീട്ടുണ്ട് അവിടെ കനകപ്പള്ളി പള്ളിയില്. ആരൊക്കെ തന്ന പൈസ? വീടുകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്, കടകളിൽ നിന്ന് മേടിച്ചിട്ടുണ്ട്. അതെല്ലാം ഓട്ടോറിക്ഷയിൽ വെച്ച് മറന്നുപോയി. അങ്കമാലി സ്റ്റാൻഡ് വരെ അമ്മാമ്മ ഓട്ടോറിക്ഷ വന്നതായിക്കൊണ്ട് ഞാൻ എൻ്റെ കാറിനാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് തോൾക്കെടുക്കുകയും മറക്കില്ലട മോനെ. ചക്കയും മാങ്ങയും എല്ലാം കൊണ്ടുവന്നപ്പോൾ നേർച്ചയും മറന്ന് മടിയും മറന്നു. സംഭവിക്കാത്തത് അങ്ങനെ. മുത്തപ്പ എന്തെങ്കിലും എൻ്റെ നേരെ കണ്ടിട്ടുണ്ടാവും. ഏതായാലും ആ നേർച്ച നമുക്ക് അമ്മാമ്മ പറഞ്ഞ പള്ളിയിൽ കനകമല പള്ളിയിൽ പെരുന്നാൾ എന്നാണെങ്കിൽ അറിഞ്ഞിട്ട് കൊണ്ടുപോകും. അല്ലാണ്ട് അത് അടുത്ത പ്രാവശ്യം ഞാൻ ഓർപ്പിക്കാട്ടോ, മറക്കൂല അടുത്ത പ്രാവശ്യം. ചേട്ടാ നമുക്ക് മുത്തപ്പനെ അതെ വിളിക്കുമ്പോ പറയണം. പറയാം. പ്രാർത്ഥിച്ചോ. മുത്തപ്പനെ എടുക്കാൻ പേടിയില്ല. മാന്ന് വെച്ചു മുത്തപ്പ വണ്ടിയില് മുത്തപ്പ കിട്ടിക്കല്ലേ മുത്തപ്പ എല്ലാം ക്ലീൻ ആക്കി മുത്തപ്പനെ കണ്ട മുത്തപ്പ കഴിഞ്ഞിട്ട് അടുത്ത വർഷം മുത്തപ്പൻ്റെ അടുത്തേക്ക് വരുമ്പോൾ മുത്തപ്പനെ അയച്ച പൈസ എടുക്കാൻ മറക്കാണ്ട് ഓർമ്മപ്പെടുത്തി തരണം. അപ്പോൾ അമ്മാമ്മയുടെ 4ാമത്തെ വർഷമാണ്. 4ാമത്തെ വർഷം എൻ്റെ മോൻ്റെ കൂടെ മല കയറാൻ വന്നത് അങ്കമാലിയിൽ നിന്നും മലയാറ്റൂരുടെ കാറിലാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ മല കയറും. മല കയറി ഇപ്പോൾ ടൈം 12:45. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനാണ്. അപ്പോൾ മലയാറ്റൂർ വീഡിയോ അടുത്ത വർഷം അല്ലേ? ആയുസാരോഗ്യം മുത്തപ്പനും എല്ലാം തന്നെങ്കിൽ അടുത്ത വർഷം വരണം. മറക്കാണ്ട് മുത്തപ്പൻ്റെ വഴിപാട് എടുക്കാൻ ഓർമ്മ കിട്ടണം അല്ലേ? കൈ വീശിട്ട് മുത്തപ്പനെ കാണാൻ വന്നത് കൊല്ലം. താരക്ക് എന്താ പറയാ? അങ്ങനെ ക്ഷീണമായി പോയാ? ശീലമില്ലാത്തതുകൊണ്ടാ, കുഴപ്പമൊന്നുമില്ല. അപ്പം ഞങ്ങളിനി മല കയറി എല്ലാം കഴിഞ്ഞ് ഇനി മല ഇറങ്ങണം. അപ്പം ഇനി അല്ലേ ഇറങ്ങിയിട്ട് അമ്മാമ്മ കൊണ്ടാക്കണം. അമ്മാമ്മനെ എന്തിനാക്കണം? തടുത്ത പള്ളിയിൽ അവിടെ നിന്ന് അമ്മക്ക് വണ്ടി കിട്ടും. എന്റെ മക്കൾ കൊച്ചിക്ക് പൊക്കോ. രണ്ട് റൂട്ടാണ്. ഞങ്ങള് രണ്ട് റൂട്ട്. എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. അമ്മാമ്മ ബസ് സ്റ്റോപ്പിലാക്കും. പോരാണ്ട് ഞങ്ങള് ഇക്കൊല്ലം അമ്മാമ്മ മോന്റെ കയ്യിൽ നിന്ന് വണ്ടിക്കൂലി മേടിക്കണ കയ്യും മിഷനും മുത്തപ്പനെ കാണാൻ മറന്നു വെച്ചിട്ട്. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത കൊല്ലം കാണാം. അടുത്ത കൊല്ലം കാണാം. ആയുസാരോഗ്യം മുത്തപ്പൻ അല്ല, അടുത്ത കൊല്ലം കാണാന്നുണ്ടെങ്കിൽ മലയാറ്റൂർ വീഡിയോ ആയിട്ട് അടുത്ത കൊല്ലം കാണാം. അപ്പൊ അതിന്റെ പറഞ്ഞേക്ക്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.